നമസ്കാരം. പലതരത്തിലുള്ള മില്ലറ്റ്സ് ഉണ്ടെന്ന് ഇപ്പോൾ ഒരുപാട് പേർക്കെല്ലാം അറിയുന്നുണ്ടാവും. ഇത് ആണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. ഇന്ന് ഈ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ഉപയോഗിച്ച് ഉപ്മാവാണ് ഞാൻ തയ്യാറാക്കുന്നത്. പലതരം മില്ലറ്റുകൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള മില്ലറ്റാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ഉപയോഗിക്കുമ്പോൾ 8 മുതൽ 10 മണിക്കൂർ വരെ കുതിർത്തതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ബ്ലോട്ടിങ്, ഡൈജഷൻ പ്രോബ്ലം അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏത് മില്ലറ്റ് ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം, കുതിർത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കണം. സാധാരണ മില്ലറ്റുകൾ 6 മുതൽ 8 മണിക്കൂർ വരെയാണ് കുതിർക്കാറ്. ബ്രൗൺ ടോപ്പ് മില്ലറ്റ് മാത്രമാണ് നമ്മൾ 8 മുതൽ 10 മണിക്കൂർ വരെ കുതിർക്കുന്നത്. ഇത് ഉപ്മാവിനായതുകൊണ്ട് നമുക്ക് തലേദിവസം രാത്രി തന്നെ ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ എത്ര വെള്ളമാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കുതിർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ് എടുത്ത് കഴുകിയതിന് ശേഷം 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുതിർത്തെടുത്തിരിക്കുന്നത്. ഇനി ഇത് വെച്ച് നമുക്ക് ഉപ്മാവ് തയ്യാറാക്കിയെടുക്കാം. ഉപ്മാവ് തയ്യാറാക്കാൻ ആദ്യം പാത്രം വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. മില്ലറ്റ് തയ്യാറാക്കാൻ എപ്പോഴും മൺപാത്രം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ കപ്പലണ്ടി ഇതുപോലെ ചേർത്തെടുക്കാം. കാഷ്യൂനട്ടും കപ്പലണ്ടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് കടിക്കാൻ കിട്ടാനാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ. ഇതിലേക്ക് ഞാൻ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി ചെറുതായി ഒന്ന് അരിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് ക്യാരറ്റ്, അതുപോലെ തന്നെ ഗ്രീൻ പീസ്, ബീൻസ് ഇതൊക്കെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. പച്ച ഗ്രീൻ പീസാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ചിലപ്പോൾ ഉപ്മാവിലെ വെജിറ്റബിൾസ് ഇടുന്നത് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ സവാള മാത്രം ചേർത്തും വഴറ്റിയെടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇതൊന്ന് 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. മില്ലറ്റ് കുതിർത്തെടുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ആയതുകൊണ്ട് നമുക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. മില്ലറ്റ് കുതിർക്കാൻ എടുക്കുന്ന വെള്ളം കോപ്പർ പാത്രങ്ങളിൽ സൂക്ഷിക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാനിത് കോപ്പർ പാത്രത്തിൽ സൂക്ഷിച്ചതാണ്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിരുന്നു, കോപ്പർ റോഡ് വാങ്ങാൻ കിട്ടും, അത് യൂസ് ചെയ്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് അടച്ചു വെച്ച് ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒരു ചെറിയൊരു തിള വരാൻ തുടങ്ങി. ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ച ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ആണ് ഞാൻ എടുത്തത്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അടച്ചു വെക്കാം. ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി വരണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഒരുവിധം വെള്ളം വറ്റി വന്ന് തുടങ്ങി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചും കൂടി വെള്ളം വറ്റി വരാനുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നാളികേരം ഞാനിവിടെ ഒരു 2 പിടി നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടി വെള്ളം വറ്റി വരാനുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നന്നായി അടച്ചു വെച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. ഇതിലുള്ള വെള്ളം മുഴുവനായിട്ടൊന്ന് വറ്റി വരും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. വറുത്ത് മാറ്റി വെച്ചിരുന്ന കാഷ്യൂനട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്മാവ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും.